ഹായ്, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ആയിട്ടെടുത്ത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഇന്നലെ ഞാൻ നീർദോശ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. തലേദിവസം പ്ലാനിങ് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവും. തലേദിവസം പച്ചരി കുതിർത്താനൊക്കെ ആയിട്ട് ഇട്ടിട്ട് രാവിലെ അരച്ച് നാളികേരവും ഇത്തിരി നല്ല ജീരകവും ചുവന്നുള്ളിയും പിന്നെ ഒരു മുട്ടയും കൂടിയും ചേർത്തിട്ട് അരച്ച് നല്ല ലൂസാക്കിയിട്ടൊക്കെ എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ചട്ടി ഉപയോഗിച്ചിട്ട് കുറേ ആയിരിക്കുന്നു. അപ്പോൾ ചട്ടി നമ്മളെടുത്ത് പിണങ്ങി. അപ്പോൾ കുറച്ച് ദോശ ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ കറക്റ്റായിട്ട് കിട്ടിയത്. പിന്നെ ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് മുട്ട ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം നോൺ സ്റ്റിക്കിൻ്റെ ആദ്യം നമ്മുടെ ഈ ഒരു ദോശ ചട്ടിയിൽ ഉണ്ടാക്കി നോക്കി. കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് മാറ്റി നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതിന്ന് കിട്ടുന്നുണ്ട്, പക്ഷെ പൊട്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വിള്ളൽ വരികയായിരുന്നു. നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ, മുട്ട ഉണ്ടായിരുന്നു. അത് പക്ഷെ ഞാൻ പുഴുങ്ങാനായിട്ട് വെച്ചു. അപ്പോഴേക്കും ഏട്ടനും കിച്ചുമൊക്കെ ജിമ്മ് കഴിഞ്ഞ് വരുന്ന സമയത്ത് മുട്ട മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് വേഗം മിക്സിയിലേക്ക് വീണ്ടും ഈ ഒരു മാവ് ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ട് പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ട്. എന്നാലും ചട്ടിയിൽ നിന്ന് ആദ്യത്തെ പോലെ അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തിരി എണ്ണയും കൂടി അതിൽ തേച്ചിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നലെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. പിന്നെ മുതിര ഉപ്പേരി ഉണ്ടാക്കി. മക്കൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അച്ചുവിനുണ്ടായിരുന്നു കേട്ടോ. അച്ചുവിന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു ഉച്ചവരെ. അപ്പോൾ അച്ചുമോള് ഏട്ടൻ്റെ കൂടെ രാവിലെ പോയി. പിന്നെ കിച്ചും ചാച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ വീട്ടിലുള്ള സമയത്ത് ഞാൻ രാവിലെ പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമല്ലോ. പിന്നെ അവർ ടി വി ഒക്കെ കാണുകയാണെങ്കിൽ അവരുടെ കൂടെ അങ്ങനെ ഇരുന്ന് കാണും. അല്ലെങ്കിൽ കുറച്ച് നേരം അവരുടെ കൂടെ ഒക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെയുള്ള ജോലികളൊക്കെ നോക്കാറുള്ളൂ. നമ്മൾ ഒറ്റയ്ക്കുള്ള സമയത്താണെങ്കിൽ വേഗം പണികളൊക്കെ ചെയ്യാൻ നോക്കും. അതിനൊക്കെ ശേഷം സമയം ഉണ്ടെങ്കിലാണ് ടി വി വയ്ക്കാറുള്ളൂ കേട്ടോ. ഞാനങ്ങനെ ഇരുന്ന് കാണാറുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നലെ മക്കളൊക്കെ ഉള്ള കാരണം കൊണ്ട് അവരുടെ കൂടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടിരുന്നു. പിന്നെ ഉച്ചയ്ക്കാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. രാവിലെ നമ്മുടെ നീർദോശയും പിന്നെ അതിലേക്ക് ഒരു ഉള്ളിക്കറി ഉണ്ടാക്കി. പിന്നെ മുതിര ഉപ്പേരിയും തൈര് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൈരും നമ്മുടെ ഉണക്കമീൻ ഉണ്ടല്ലോ, മാന്തൽ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെടുത്ത് വറുത്തു. അതൊക്കെയായിരുന്നു ഇന്നലത്തെ കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ ഇന്നലെ മഴയല്ല വെയിലുമല്ല അങ്ങനെയായിരുന്നു കേട്ടോ. കുറച്ച് നേരം വെയിലുണ്ടാവും, പിന്നെ അങ്ങനെ ആകെ മൂടി കെട്ടി നിൽക്കും. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്നലെ. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനൊക്കെ പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചുമോളും ഏട്ടനും പോയി. അപ്പോൾ ഏട്ടനിൽ ചോറും വെള്ളമൊക്കെ ആക്കി കൊടുത്തു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി. ഈ സമയത്ത് ചാച്ചുകുട്ടി എണീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ചായ കുടിച്ചു. ആദ്യമൊക്കെ ഉണ്ടാക്കിയ ദോശ ഉണ്ടല്ലോ, പൊട്ടിയ ദോശയൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാനും കഴിച്ചു, ഉള്ളിക്കറിയൊക്കെ കൂട്ടിയിട്ട്. ഇപ്പോൾ രാവിലെ അങ്ങനെ ആരും ചായ കൂടി ഇല്ല കേട്ടോ ഇവിടെ. അങ്ങാനും പൂതി തോന്നിയാൽ ചായ ഉണ്ടാക്കി കുടിക്കും. അല്ലാതെ രാവിലെ തന്നെ ചായ ഉണ്ടാക്കലൊന്നുമില്ല. വൈകിട്ടാണെങ്കിലും അതേട്ടാ, കുടിക്കാൻ തോന്നിയാൽ ഉണ്ടാക്കി കുടിക്കും. അങ്ങനെയാണ്. കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടിട്ടിരുന്നു കേട്ടോ. നമ്മുടെ ബിഗ് ബോസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ രാത്രിയിലാണ് എഡിറ്റിങ്ങും വോയിസ് ഓവർ കൊടുക്കലൊക്കെ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ കാണാറില്ല കേട്ടോ. കിച്ചു ബിഗ് ബോസ് ലൈവ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവരെ കൂടെ അങ്ങനെ ഇരുന്ന് കണ്ടു. പിന്നെ ഇന്നലെ ഒരു മൂടിയ ദിവസമായിരുന്നു കേട്ടോ. മഴയല്ല വെയിലല്ല, കുറച്ച് നേരം വെയിലുണ്ടാവും, പിന്നെ അങ്ങനെ മൂടി കെട്ടി നിൽക്കും. അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ തുണികളൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ മേലെ കൊണ്ടുപോയി ഇടുവേണ്ട. ഇനിയിപ്പോൾ താഴത്ത് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ ഇട്ടാൽ മതിയോ എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് നേരം അങ്ങനെ തമ്പിട്ടിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും മേലെ കൊണ്ടുപോയി ഇട്ടു. പിന്നെ അച്ചുമോൾ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അച്ചുവിന്. അപ്പോൾ അച്ചു ഉച്ചയ്ക്ക് വന്നു.
പിന്നെ ഉച്ച തിരിഞ്ഞിട്ട് അച്ചുമോള് തുണികളൊക്കെ എടുത്ത് കൊടുന്നിട്ടു. അപ്പോഴേക്കും പകുതി തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. നല്ല കനം കുറഞ്ഞ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അച്ചു തന്നെ മടക്കി വെച്ചു. പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ നോക്കിയിട്ടോ. പെട്ടെന്ന് മുഷിയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മുടെ അടുപ്പിൻ്റെ തൊട്ട് മീതുള്ള ആ ഒരു കമ്പികൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ തുടയ്ക്കാറുണ്ട്. ഇല്ലെങ്കിൽ തീരെ തുടച്ചാൽ അങ്ങോട്ട് പോവില്ല കേട്ടോ. ഈ വെളിച്ചെണ്ണയുടെയും ഒക്കെ പൊട്ടിത്തെറിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് ഒരു തുരുമ്പ് കറ പോലെയാവും. അപ്പം ഞാൻ കുറച്ച് പ്രില്ല് വെള്ളത്തിൽ കലക്കിയിട്ട് തുണി വെച്ചിട്ട് ആ ഒരു ജനാലയുടെ ആ ഒരു ഇത് 2 ദിവസം കൂടുമ്പോൾ ഒക്കെ തുടയ്ക്കാറുണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എല്ലാ കമ്പികളും ജനാലകളൊക്കെ ഒന്ന് തുടച്ച് വിടാറുണ്ട് കേട്ടോ, അടുക്കളയിലത്തെ മാത്രം. അപ്പോൾ അങ്ങനെ നീറ്റായിട്ട് കിടന്നോളും. നമ്മുടെ ഈ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറിയുകയും ചെയ്യും. ഇവിടെ ആണെച്ചെങ്കിൽ നല്ല വെളിച്ചമാണ് കേട്ടോ, അകത്തൊക്കെ നല്ല വെളിച്ചമാണ്. അപ്പോൾ വേഗം വൃത്തികേട് വേഗം അറിയുകയും ചെയ്യും. അപ്പോൾ ഞാൻ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വൃത്തിയാക്കി ഇടാറുണ്ട്. ഇന്നലെയും ഇപ്പോൾ അത് നമ്മുടെ ഈ പ്ലാന്റുകളും ജനാലയുടെ മേലെ വെച്ചിട്ടുള്ള ഒരു ഗ്രാസ് ഉണ്ടല്ലോ, അതും ഒക്കെ എടുത്ത് തുടച്ചിട്ട് അതിൻ്റെ ആ സൈഡ് അങ്ങനെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് വേറെ എടുത്തിട്ടൊന്നുമില്ല, അത് അത്ര കച്ചറായിട്ടില്ല കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് കഴുകി ഉണക്കി വെക്കാം. ഇപ്പോൾ ഇന്നലെ വെയിലും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കഴുകുകയൊന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ തുടച്ചിട്ട് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചിട്ടിട്ട് അങ്ങനെ തന്നെ വെച്ചു. അതിൻ്റെ അടിയിലൊക്കെ നിറയെ പൊടിയും പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ടു. ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ വൃത്തിയാക്കിയത്. അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങോട്ട് വലിച്ചിട്ടാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ചെയ്യാൻ തോന്നില്ല. അപ്പോൾ കുറച്ച് എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനും ഒരു ഉഷാറുണ്ടാവും. പിന്നെ ഒരു മടുപ്പും വരില്ല കേട്ടോ. ഇനിയിപ്പോൾ വേണ്ടാന്ന് തോന്നിയാൽ നമുക്ക് അത് കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം എടുത്ത് വൃത്തിയാക്കി വെക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ എല്ലാതും എടുത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല വെച്ചെങ്കിൽ ആകെ കച്ചറയാവുകയും ചെയ്യും. അപ്പോൾ കുറച്ച് സാധനങ്ങൾ എടുത്ത് മാറ്റി വെച്ചിട്ട് അവിടെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ അടുത്ത സെക്ഷൻ എടുത്ത് കേട്ടോ. ഇതിപ്പോൾ ഏറ്റവും മേലത്തെ ഒരു ബർത്ത് ഉണ്ടല്ലോ, അവിടെ ഞാൻ വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. ഇനി വേറൊരു ദിവസം അത് ചെയ്യണം. അവിടെ നിറയെ പൊടി ഉണ്ടാവും കേട്ടോ. പൊടിയൊക്കെ ആയാൽ പിന്നെ തുമ്മലും ഒക്കെ ആവും. ഇതെന്ന് പറയുമ്പോൾ അങ്ങനെ അത്ര അധികം ഇല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട്. അതിന് മീതിയൊക്കെ കുറേ കൂടുമ്പോഴാണ് കേട്ടോ ഒന്ന് വൃത്തിയാക്കാറുള്ളൂ. അപ്പോൾ അതെന്തായാലും തൊട്ടിട്ടില്ല, അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പും പിന്നെ വോൾട്ടയിലും ഒക്കെ പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകുക എന്ന് പറഞ്ഞാൽ പ്രില്ലിട്ട വെള്ളത്തിൽ ഞാൻ ആദ്യം തുടച്ചു, അതിൽ തുണി മുക്കിയിട്ട് പിന്നെ സാധാരണ വെള്ളത്തിൽ തുണി മുക്കിയിട്ട് പിന്നെയും തുടച്ചിട്ടു കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു പഞ്ചസാരയും ഒക്കെ ഇട്ടേക്കുന്നതൊക്കെ ഞാൻ ഇടയ്ക്ക് തുടച്ച് വയ്ക്കുന്നതാണ് കേട്ടോ. അതിലൊന്നും വല്ലാതെ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കുഞ്ഞു മാറാലയും പ്രാണികളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചിട്ട് പിന്നെ ഉണങ്ങിയ ഒരു തുണി കൊണ്ടും തുടച്ച് ഒക്കെ സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് അങ്ങനെ തന്നെ വെച്ചു കേട്ടോ. സ്പൂണൊക്കെ ഇട്ട് വയ്ക്കുന്ന ഇങ്ങനത്തെ പാത്രവും പിന്നെ മേലെ കയ്യിലുകളൊക്കെ ഇട്ട് വയ്ക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ അടിയിൽ ഇങ്ങനെ വെള്ളം വന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കറുത്ത ചെളി പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കഴുകിയിട്ട് പിന്നെ കയ്യിലുകളൊക്കെ അതിലേക്ക് തന്നെ ഇട്ട് വെച്ചു. പിന്നെ ഉപയോഗിക്കാത്തതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരുന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഏറ്റവും മേലേക്ക് കയറ്റി വെച്ചു. വെറുതെ അതങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് വെച്ച് അവിടെ വേറെ സാധനങ്ങളൊക്കെ വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെ വെച്ച് എല്ലാം അടുക്കളയൊക്കെ നല്ല നീറ്റാക്കി ഇട്ടു. അതിന് ശേഷം പിന്നെ മുറ്റം അടിക്കാനും പിന്നെ ബാക്കിയുള്ള പണികൾക്കൊക്കെ നിന്നു കേട്ടോ. പിന്നെ രാത്രിയാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഏട്ടൻ വരുന്ന സമയത്തേക്ക് ഞാൻ നമ്മുടെ പോഹ ഉണ്ടാക്കി. കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഭംഗിക്ക് വെച്ചതാണ് കേട്ടോ. ഇതിങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാനിതൊരു വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലേറ്റിൽ വെച്ചതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് പോഹ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി കട്ട് ചെയ്ത് വെച്ചു. തക്കാളിയും ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കലുള്ളത് തന്നെയാണ് കേട്ടോ. ക്യാരറ്റും കുക്കുംബറും തക്കാളിയൊക്കെ കഴിക്കലുള്ളത് തന്നെയാണ്. പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചു, അതൊക്കെ അതിൻ്റെ മീതാനെ വെച്ച് കൊടുത്തിട്ട്
അതടച്ചു വെച്ചു. കുറച്ച് നേരം അങ്ങനെ നമ്മുടെ സിറ്റ് ഔട്ടിൽ പോയിരുന്നു കേട്ടോ. ഏട്ടൻ വരുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വന്നത്. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളി ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നാളെ ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ ആവശ്യമുണ്ടാവും. അപ്പോൾ വേഗം ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞ് വെച്ചു. പച്ചമുളക് ഈ ഒരു ബോക്സിലത്തെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതും ഒക്കെ ആക്കി വെച്ചിട്ട് അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെയൊക്കെ കട്ട് ചെയ്ത തോലൊക്കെയാണ് കേട്ടോ, അതൊക്കെ ചെടിക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ. അത് പിന്നെ രാവിലെയാണ് ചെടിക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതങ്ങനെ തന്നെ വെച്ചു. അപ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുമ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴുകി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും പിന്നെ ലെമൺ ജ്യൂസും കൂടി പിഴിഞ്ഞിട്ട് അതങ്ങനെ വെച്ചു. നൂഡിൽസ് ഉണ്ടാക്കാനായിട്ടുള്ള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത ചിക്കനും പിന്നെ ബിരിയാണിക്ക് വലുതാക്കി കട്ട് ചെയ്ത ചിക്കനും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തായാലും ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ 2 പാത്രത്തിലേക്കാക്കി എടുത്ത് വെച്ചു കേട്ടോ. ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ സെറ്റാക്കി എടുത്തു വെച്ചാൽ പിന്നെ രാവിലെ എണീച്ച് വരുമ്പോൾ ഇനിയിപ്പോൾ ഒത്തിരി ലേറ്റായാലും പണികളൊക്കെ തന്നെ കഴിഞ്ഞോളും. അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു, ഭക്ഷണം കഴിച്ചു. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ നല്ല നീറ്റാക്കി ഇട്ടു. പിന്നെ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നു. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.